നമസ്തേ. ഒരു ഡോക്യുമെന്ററി. പക്ഷേ പാകിസ്ഥാൻ സൈന്യത്തിന് ഇത്രയും അസ്വസ്ഥത എന്തുകൊണ്ട്? ഓപ്പറേഷൻ സിന്ദൂറിന്റെ പിന്നിലെ ഇന്ത്യയുടെ നീക്കങ്ങളും സൈനിക തന്ത്രങ്ങളും രാഷ്ട്രീയ തീരുമാനങ്ങളും പുറത്തുവരുമ്പോൾ പാകിസ്ഥാന്റെ ഔദ്യോഗിക വാദങ്ങൾക്കാണ് ഇപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയരുന്നത്. ഇന്ത്യയുടെ നീക്കങ്ങളെ സിനിമയെന്നും തമാശയെന്നും വിശേഷിപ്പിച്ച് തള്ളിക്കളയാൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ഡിസ്കവറിയുടെ ഡോക്യുമെന്ററി തെളിവുകളുടെ പിന്തുണയോടെ പാകിസ്ഥാന്റെ കെട്ടിച്ചമച്ച ആഖ്യാനത്തെ തുറന്നുകാട്ടിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ പുതിയ ഡോക്യുമെന്ററിയോട് പാകിസ്ഥാൻ സൈന്യം രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. 2025 ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി പാകിസ്ഥാൻ സൈന്യം തള്ളിക്കളയുകയും സൈനിക നടപടിയുടെ വസ്തുതാപരമായ തെറ്റായ വിവരണം ന്യൂദില്ലി അവതരിപ്പിച്ചതായി ആരോപിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 15 ഡിസ്കവറിയുടെ 2 ഭാഗങ്ങളുള്ള ഡോക്യുമെന്ററി ഡീക്ലാസിഫൈഡ് ഓപ്പറേഷൻ സിന്ദൂർ പ്രീമിയർ ചെയ്തതിന് ശേഷമാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസിന്റെ പ്രതികരണം. ഇന്ത്യയുടെ സൈനിക നേതൃത്വം, കരസേന, പ്രതിരോധ വിദഗ്ധർ, പത്രപ്രവർത്തകർ എന്നിവരുടെ സാക്ഷ്യങ്ങളും 88 മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷന്റെ പിന്നണി കഥ പറയാൻ ശ്രമിക്കുന്നതുമാണ് ഈ ഡോക്യുമെന്ററിയുടെ ഉള്ളടക്കം. ഈ ഒരു വിഷയത്തിൽ ഒരു ഗംഭീര ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. യുവ എഴുത്തുകാരനായ പ്രേം ശൈലേഷാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ആ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. പ്രധാനമന്ത്രി തിരികെ എത്തിയ ഉടൻ അവിടെ വെച്ച് തന്നെ യോഗം കൂടി. ആരാണ് ഇത് ചെയ്തത് എന്ന് അദ്ദേഹം ചോദിച്ചു. എത്രയും വേഗം ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടെത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി എന്നിട്ട് ഞങ്ങളോടായി പറഞ്ഞു, എവിടെയാണോ അവർ ഒളിച്ചിരിക്കുന്നത്, അത് ആകാശത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ ആയാലും ശരി, കൃത്യമായി കയറി പ്രഹരിക്കുക. ഇന്നലെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഡീക്ലാസിഫൈഡ് എന്ന ഡോക്യുമെന്ററി കണ്ടത്. നിർബന്ധമായും ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഇത്. എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത് എന്നും അതിന് പിന്നിലെ പദ്ധതികളും തന്ത്രങ്ങളും രാഷ്ട്രീയ ഇച്ഛാശക്തിയുമൊക്കെയുമാണ് അതിൽ വിശദീകരിക്കുന്നത്. ഇതുവരെ സൈന്യം പുറത്തുവിടാത്ത പാകിസ്ഥാനെ കയറി അടിച്ച് വീഡിയോകൾ, ചിത്രങ്ങളെല്ലാം ഉണ്ട്. പാകിസ്ഥാൻ ഇന്ത്യ ലൈൻ ഓഫ് കൺട്രോളിൽ ഒരു സമയം 40-ൽ കൂടുതൽ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വട്ടം ചുറ്റി നിന്നിരുന്നു എന്നതൊക്കെ ആദ്യമായി അറിയുകയായിരുന്നു. 1.25 മണിക്കൂർ ദൈർഘ്യമുള്ള 2 ഭാഗങ്ങളായിട്ടുള്ള ഈ ഡോക്യുമെന്ററിയിൽ കഷ്ടിച്ച് 10 മിനിറ്റ് മാത്രമേ അജിത് ഡോവൽ വരുന്നുള്ളൂ. ആ 10 മിനിറ്റും എന്താണ് മോദി ഭരണത്തിൽ ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ സമീപനമെന്ന് കാച്ചിക്കുറുക്കിയ വരികളിൽ പുള്ളി വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾ എവിടെ ഒളിച്ചാലും ശരി, എത്ര ദൂരം പോയാലും, എത്ര വലിയ റിസ്ക് എടുത്താലും ശരി, ഞങ്ങൾ പ്രതികാരം ചെയ്തിരിക്കും എന്നൊക്കെ ഭീകരവാദികൾക്ക് ഡോവൽ മുന്നറിയിപ്പ് പറയുന്നത് വൻ കിടിലം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് എയർഫോഴ്സ് ചീഫായിരുന്ന അമർപ്രീത് സിംഗ് പറഞ്ഞൊരു വരിയാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ കാത്തിരുന്ന ദിവസം എത്തി എന്നതുപോലെയാണ് ആ സന്ദർഭം വന്നപ്പോൾ തോന്നിയത്. നിങ്ങൾ യൂണിഫോം ധരിച്ചത് ഇതിനു വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഇതാണ് എന്ന് മനസ്സിലായ സമയം. ഇന്ത്യ പാകിസ്ഥാനെ അടിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് മോദിയെ വിളിച്ച് പറയുകയുണ്ടായി, പാകിസ്ഥാൻ ഇന്ത്യയെ വലിയ രീതിയിൽ ആക്രമിക്കാൻ പോകുകയാണ്. അടുത്ത 48 മണിക്കൂർ നേരത്തേക്ക് അത് നീളും. അത് യുദ്ധത്തിലേക്ക് നീളും. അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. 1-3 എന്ന രീതിയിൽ ഞങ്ങൾ മറുപടിയും നൽകും. ഇതായിരുന്നു മോദിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മറുപടി. ഒരാണവ രാജ്യത്ത് കയറി അവരുടെ ആണവ ബേസ് വരെ കയറിയടിച്ച ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ. അത്യുജ്വലം ഈ സിന്ദൂര പ്രതികാരം. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. അതേസമയം ഉയരുന്ന മറ്റൊരു ചോദ്യം, ഓപ്പറേഷൻ സിന്ദൂർ ഡോക്യുമെന്ററിയിൽ പാകിസ്ഥാൻ എന്തിനാണ് ഇത്രയധികം അസ്വസ്ഥരാകുന്നത്, എന്തുകൊണ്ട് എന്നതാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിരാശയെക്കുറിച്ചുള്ള റിപ്പോർട്ട് പറയുന്നത് ഡോക്യുമെന്ററി പാകിസ്ഥാന്റെ സംഘർഷാനന്തര വിവരണത്തെ സാരമായി തുറന്നുകാട്ടി എന്നതാണ്. കൂടാതെ ഇന്ത്യൻ സൈന്യത്തിന്റെ തീരുമാനമെടുക്കൽ, പ്രവർത്തന ആസൂത്രണം, യുദ്ധകളത്തിലെ അറിവ് എന്നിവ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നതിനാൽ ഡോക്യുമെന്ററി ഇസ്ലാമാബാദിന് പ്രത്യേകിച്ച് ദോഷകരമാണെന്ന് സ്രോതസ്സുകൾ വിശേഷിപ്പിച്ചു. പാകിസ്ഥാൻ സൈന്യം ചിത്രത്തെ സിനിമയായി ചിത്രീകരിച്ചത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ സ്വന്തം രഹസ്യാന്വേഷണത്തെയും പ്രവർത്തന തയ്യാറെടുപ്പിനെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമായിരുന്നുവെന്ന് ഇന്ത്യൻ ഏജൻസികൾ വിലയിരുത്തുന്നു. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഡോക്യുമെന്ററിയിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച് പാകിസ്ഥാൻ സൈന്യം രംഗത്ത് വന്നിരുന്നു. ഓഗസ്റ്റ് 15 ഡിസ്കവറിയിൽ സംപ്രേഷണം ചെയ്ത ഡോക്യുമെന്ററിയെ പാകിസ്ഥാൻ സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ദുരന്തവും തമാശയും എന്നാണ് വിശേഷിപ്പിച്ചത്. പുലർച്ചെ 2 മണിയോടെയാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഉന്നത സൈനിക നേതൃത്വത്തിന്റെ പ്രതികരണം ഉൾപ്പെടുത്തിയ ഡോക്യുമെന്ററിക്ക് യാതൊരു ഗൗരവമില്ലെന്നാണ്
പാക് സൈനിക വക്താവ് ആരോപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുത്ത അഭിമുഖങ്ങളും നാടകീയ ആഖ്യാനങ്ങളും ഉപയോഗിച്ച് യഥാർത്ഥ സംഭവങ്ങളെ വളച്ചൊടിക്കുകയാണ് എന്നാണ് അദ്ദേഹം എക്സിലെ കുറിപ്പിൽ ആരോപിച്ചിരിക്കുന്നത്. ആ ഒരു കുറിപ്പുണ്ട്, അത് ഞാൻ വായിക്കുന്നില്ല. കഴിഞ്ഞ വർഷം മെയ് 7 നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ഏപ്രിൽ 22 പഹൽഗാമിലെ ബൈസരനിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ-തോയ്ബയുടെ ഉപവിഭാഗമായ ദി റെസിസ്റ്റൻസ് ഫോഴ്സ് ആണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അതേസമയം പാകിസ്ഥാൻ സൈന്യം തങ്ങളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ പരാജയപ്പെട്ട സൈനിക നീക്കമാണെന്നും ഇന്ത്യ സംഭവങ്ങളെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നുമൊക്കെ അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സൈനിക അതിക്രമങ്ങൾ ഉണ്ടായാൽ ശക്തവും ഉചിതവുമായ തിരിച്ചടി നൽകാൻ പാകിസ്ഥാൻ സജ്ജമാണെന്നും സൈനിക വക്താവ് മുന്നറിയിപ്പ് നൽകി. അതേസമയം തന്നെ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന അവകാശവാദത്തെ അടിസ്ഥാനമാക്കിയാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിനെ ചുറ്റിപ്പറ്റിയുള്ള മുഴുവൻ വിവരണവും നിർമ്മിച്ചത്. എന്നിരുന്നാലും ഇന്ത്യൻ വിമാനങ്ങളൊന്നും വെടിവെച്ചിട്ടില്ലെന്ന് ക്രമേണ തെളിയിക്കപ്പെട്ടു. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇരുപക്ഷവും പോരാട്ടത്തിന് തികച്ചും വ്യത്യസ്തമായ വിവരണങ്ങളാണ് പ്രചരിപ്പിച്ചത്. പാകിസ്ഥാൻ സൈന്യവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും വിമാനങ്ങൾ നഷ്ടപ്പെട്ടതായും അവകാശവാദങ്ങൾ പ്രചരിപ്പിച്ചു. കൂടാതെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതോ കൃത്രിമമായി നിർമ്മിച്ചതോ ആയ ഉള്ളടക്കം പ്രചരിപ്പിച്ചതായി ഇന്ത്യ ആരോപിച്ചിരുന്നു. സംഘർഷവുമായി ബന്ധപ്പെട്ട നിരവധി വൈറൽ അവകാശങ്ങളും വീഡിയോകളും പിന്നീട് തെറ്റായതോ കാലഹരണപ്പെട്ടതോ ഡിജിറ്റൽ രീതിയിൽ മാറ്റം വരുത്തിയോ ആണെന്ന് കണ്ടെത്തി. 2025 ജൂലൈയിലാണ് പാകിസ്ഥാന്റെ ISPR എന്ന മാധ്യമ വിഭാഗം സംഘർഷത്തിന്റെ സ്വന്തം പതിപ്പ് അവതരിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കിയത്. ഇന്ത്യൻ വിമാനങ്ങളുടെ നഷ്ടത്തിനും പാകിസ്ഥാൻ സിവിലിയൻ ലക്ഷ്യങ്ങൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾക്കും തെളിവ് നൽകി. എന്നിരുന്നാലും പാകിസ്ഥാൻ അവകാശപ്പെടുന്ന പോലെ ഇന്ത്യൻ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളുടെ തെളിവ് നൽകാൻ ആ ഡോക്യുമെന്ററി പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ വിജയം തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഒരു സൈനിക നടപടി മാത്രമായിരുന്നു, അതോ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നയത്തിലെ നിർണായകമായ മാറ്റത്തിന്റെ പ്രഖ്യാപനമായിരുന്നു? ഡോക്യുമെന്ററിയിൽ പുറത്തുവരുന്ന വിവരങ്ങളും പാകിസ്ഥാൻ സൈന്യത്തിന്റെ രൂക്ഷ പ്രതികരണം ഒരുമിച്ച് വായിക്കുമ്പോൾ ഈ ചോദ്യം കൂടുതൽ പ്രസക്തമാവുകയാണ്. ഒരു ഭാഗത്ത് ഇന്ത്യയുടെ സൈനിക നേതൃത്വം തങ്ങളുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു, മറുഭാഗത്ത് പാകിസ്ഥാൻ അതിനെ തള്ളിപ്പറയുന്നു. ഈ രണ്ട് ആഖ്യാനങ്ങൾക്കിടയിൽ വസ്തുതകൾ എന്താണ് പറയുന്നത്? എന്തായാലും നിങ്ങൾ ഈ ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ കാണണം, തീർച്ചയായിട്ടും കാണണം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന അത്യുജ്വലമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്, ഈ സിന്ദൂര പ്രതികാരം. എന്തായാലും നിങ്ങൾ ഏവരും ഈ ഡോക്യുമെന്ററി കാണണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമ്മുടെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.